ഖുതുബ അറബി ഭാഷയിലാണോ അതല്ല ആ നാട്ടുകാരുടെ ഭാഷയിലാണോ എന്നതിൽ ചില ചർച്ചകൾ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരൊറ്റ ഖുതുബ പോലും അറബിയല്ലാത്ത ഭാഷയിൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഖുതുബ അറബി ഭാഷയിൽ വേണം എന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സംസാരവും അറബിയാണ്. ഭാര്യയോട് സംസാരിച്ചത് അറബിയാണ്, കച്ചവടം ചെയ്തത് അറബി ഭാഷയിലാണ്, വഅദ് നടത്തിയത്, ഉപദേശം നടത്തിയത് അറബി ഭാഷയിലാണ്, ഖുതുബ നിർവഹിച്ചതും അറബിയിലാണ്. ബാക്കി സംസാരങ്ങളെല്ലാം മറ്റു ഭാഷയിലും, ഖുതുബ മാത്രം അറബി. അതല്ല റസൂലുള്ളാഹിയുടെ ചര്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ സംസാരങ്ങൾ മുഴുവൻ അറബി ഭാഷയിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഖുതുബ പോലും പ്രവാചകൻ്റെ ഓഡിയൻസിന്, സ്വഹാബാക്കൾക്ക് മനസ്സിലാകാത്ത അവസ്ഥയുണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് നടത്തിയ ഒരു ഉപദേശം പോലും, ഒരു ഖുതുബ പോലും ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഇന്നത്തത് ഞങ്ങൾക്ക് തിരിഞ്ഞില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടായിട്ടില്ല. സ്വഹാബത്തിനത് മനസ്സിലായി. അവർ സംസ്കരിക്കപ്പെട്ടു. ജാഹിലിയത്തിലെ അറബികൾ അവരുന്നതരായി മാറി പ്രവാചകൻ്റെ ഖുതുബയിലെ ഉപദേശങ്ങളിലൂടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ കാന ഇദാ ഖതബ ഇഹ്മറത് ഐനാ, റസൂലുള്ളാഹിയുടെ കണ്ണുകൾ ചുവക്കും. ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് പ്രവാചകൻ്റെ കണ്ണുകൾ ചുവക്കും. വഅലാ സൗതുഹു, ശബ്ദമുയരും. വസ്തദ്ദ ഗളബുഹു, ശക്തമായ കോപത്തോടുകൂടെ, പറയുന്ന വിഷയത്തിൻ്റെ ഗൗരവത്തോടുകൂടെ അങ്ങനെയാണ് റസൂലുള്ളാഹി സംസാരിക്കുക. ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷ്, ഒരു സേനാനായകൻ തൻ്റെ സൈന്യത്തിന് താക്കീത് നൽകുന്നത് പോലെ, ഒരു സേനാനായകൻ തൻ്റെ സൈന്യത്തിന് ഉപദേശങ്ങൾ നൽകുന്നത് പോലെ അങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം, ഖുതുബ. ശബ്ദമുയരേണ്ടടുത്ത് ശബ്ദമുയരും. ഖുർആനോതും. ഖുർആനോദി പ്രവാചകൻ ഉത്ബോധനം നടത്തും. ജീവിതത്തിൽ ഒരിക്കൽ ഒരു മലയാള ഖുതുബ ഉള്ള പള്ളിയിൽ നമ്മൾ കയറിയാൽ ഉത്ബോധനം ലഭിക്കും. ആ ഖുതുബയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബയിലൂടെ ഉത്ബോധനങ്ങളാണ് കൈമാറിയത്. ജീവിതത്തിൽ ഒരിക്കൽ ഒരു മലയാള ഖുതുബ കേട്ടുകഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒരു ഉത്ബോധനം ലഭിക്കും. 30 കൊല്ലവും 40 കൊല്ലവും നമ്മുടെ നാട്ടിൽ അറബി ഭാഷയിൽ ഖുതുബ നടക്കുന്നു. ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഖുതുബയിൽ നിന്ന് ഒരു ഉത്ബോധനം പോലും ലഭിക്കാതെ എത്രയോ മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട ജുമുഅകൾ അവരെങ്ങനെ കടിച്ച് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങളിൽ, ഖുതുബയിൽ മാറ്റങ്ങളുണ്ടായി. ചില ആളുകൾക്കുള്ളൊരു സംശയം, ജുമുഅ 4 റക്അത്ത്, അത് 2 റക്അത്ത് ഖുതുബക്കും 2 റക്അത്ത് നമസ്കാരവും, അങ്ങനെ 4 അല്ലേ? നമസ്കാരം അത് അറബിയിലല്ലേ പാടുള്ളൂ, പിന്നെ എങ്ങനെയാണ് ആ 2 റക്അത്തിന് പകരമായ ഖുതുബ അത് മലയാളത്തിലാവുക? 2 റക്അത്തിന് പകരമല്ല ഖുതുബ. ളുഹറിൻ്റെ 4-ൽ 2, ജുമുഅയുടെ 2-ഉം ഖുതുബയുടെ 2-ഉം എന്ന രൂപത്തിലല്ല, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഖുതുബയും നിസ്കാരം ഒരുപാട് വ്യത്യാസമുണ്ട്. ഖുതുബ നിർവഹിക്കുമ്പോൾ ഇമാം കിഴക്കോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. നിസ്കാരത്തിലോ പടിഞ്ഞാട്ടേക്കാണ്, ഖിബിലയിലേക്കാണ് തിരിയുന്നത്. ഖുതുബ നിർവഹിക്കുമ്പോൾ ആ ഖുതുബ കേൾക്കുന്ന സമയത്ത് വുദൂ നിർബന്ധമില്ല. നിസ്കാരത്തിന് വുദൂ നിർബന്ധമാണ്. വുദൂ നഷ്ടപ്പെട്ടാൽ നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞു പോകണം. നമസ്കാരത്തിൽ അള്ളാഹുവുമായുള്ള മുനാജാത്താണ്, അള്ളാഹുവോടാണ് സംസാരിക്കുന്നത്. ഖുതുബയിലോ യാ ഇബാദല്ലാഹ് ഫത്തഖുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. ഖുതുബ ജനങ്ങളോടുള്ള സംസാരമാണ്. യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കുള്ള ഉപദേശമാണ്. ജനങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. ജനങ്ങൾ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ട് അവരുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഖുതുബ എന്നുള്ളത് നിസ്കാരത്തിന് പകരമായ ഒരു സംഗതിയല്ല. മാത്രമല്ല, ഒരാൾ ഖുതുബ അയാൾക്ക് കിട്ടിയില്ല,
നമസ്കാരം മാത്രമാണ് അയാൾക്ക് കിട്ടിയത് എങ്കിലും നിർബന്ധ ബാധ്യത ജുമാ എന്ന ബാധ്യത അയാൾക്ക് വിടും. രണ്ടാമത്തെ റക്അത്തിലെ റുക്കൂ കഴിഞ്ഞാണ് എത്തിയത് എങ്കിൽ പിന്നെ ജുമാ അയാൾക്ക് ലഭിക്കുകയില്ല. 4 റക്അത്ത് പൂർത്തിയായി ളുഹർ നമസ്കരിക്കണം. അല്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജുമാ ലഭിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖുതുബയിൽ ജനങ്ങൾക്ക് മാറ്റങ്ങളുണ്ടായി. സ്വഹാബി വന്നു, തഹജ്ജുദ് നിസ്കരിക്കാതിരുന്നു. മിമ്പറിൽ നിന്ന് റസൂലുള്ളാഹി വിളിച്ചു, ഖും, എഴുന്നേൽക്ക്, 2 റക്അത്ത് നമസ്കരിച്ചിട്ടിരിക്ക്. ഖുതുബയിലാണ് റസൂലുള്ളാഹി പറയുന്നത്. ഖുതുബയിൽ മുന്നിലിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചില ആളുകൾ അതിദരിദ്രരാണെന്ന് കണ്ടപ്പോൾ, വസ്ത്രങ്ങളില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പട്ടിണിപ്പാവങ്ങളാണെന്ന് കണ്ടപ്പോൾ ഖുതുബയുടെ വിഷയം മാറി. സ്വതക്കയെ പറ്റിയായി അന്നത്തെ ഖുതുബ. ഖബറിനെ കുറിച്ചുള്ള റസൂലുള്ളാഹിയുടെ ഖുതുബ ഹദീസിൽ കാണാം. ഖുതുബ കേട്ട് സ്വഹാബത്ത് തിരിച്ചു പോകുന്നില്ല. അവരവിടെ ഇരുന്നു കൊണ്ട് കണ്ണീർ വാർക്കുകയാണ്. അവരുടെ കച്ചവടം അവർ മറന്നു, അവരുടെ വീട് അവർ മറന്നു, ഖബറിലേക്ക് അവർ ചുരുങ്ങി. അവരുടെ ഖബറിനെ കുറിച്ചായി അവരുടെ ചിന്ത. കണ്ണുനീർ നിറഞ്ഞൊഴുകി സ്വഹാബത്തിൻ്റേത്. ആ പള്ളി മിമ്പറുകളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടായത്. ഇന്ന് പലപ്പോഴും നമ്മുടെ നാടുകളിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഓരോ വർഷവും ഓരോതും പുതിയ പുതിയ ഖുതുബ ഇങ്ങനെ ഉണ്ടാക്കാൻ. 300 വർഷം മുമ്പ് മിസ്രിൽ ജീവിച്ചൊരു മനുഷ്യൻ, അയാൾ നടത്തിയ ഖുതുബ അത് ക്രോഡീകരിച്ച് അത് കാലങ്ങളായി വായിച്ചുകൊണ്ടേയിരിക്കാൻ. ഭാഷ റസൂലുള്ളാഹിയുടേതും ഖുതുബ മിസ്റുകാരൻ്റേതും. ആ ഖുതുബ അത് ഓരോ വർഷവും ആവർത്തിച്ച് വായിക്കുന്നു. ചില പള്ളികളിൽ കേരളത്തിലുള്ളൊരു മനുഷ്യൻ അയാളത് ചില എഡിറ്റ് വരുത്തി ഒരു പുസ്തക രൂപത്തിലാക്കി അത് വായിച്ചുകൊണ്ടേയിരിക്കാൻ. എന്നിട്ടോ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ സുദീർഘമായ ഖുതുബ കേട്ട് ജന്മദിനാഘോഷിക്കാൻ വേണ്ടി പോകുന്നു. എന്തുകൊണ്ട്? ഉപദേശം ലഭിക്കുന്നില്ല, പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല.